നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പരമപ്രധാനമായ ഭാഗമാണ്, അതായത് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. വളരെ ഡീപ്പായി പഠിക്കേണ്ട, അഗാധമായി പഠിക്കേണ്ട ഭാഗങ്ങളാണ്. കൃത്യമായും വ്യക്തമായിട്ടും ഇവിടെ ക്ലാസ്സിൽ എല്ലാം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്ത് സംശയങ്ങളാണെങ്കിലും അത് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. അപ്പോൾ ഓരോ ക്ലാസ്സുകളും വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക, എല്ലാം നോട്ട് എഴുതി വെക്കുക, പഠിക്കുക. കാണാതെ പഠിക്കേണ്ടത് കാണാതെ തന്നെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യാനുള്ളത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇനിയുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഗൗരവത്തോടെ ഇനിയുള്ള ക്ലാസ്സുകളെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പാർട്സ് ഓഫ് സ്പീച്ചാണ്. പാർട്സ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ എന്നാണ് അർത്ഥം. അതുപോലെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രകാരം സ്പീച്ച് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് എല്ലാവരും അതിൻ്റെ അർത്ഥം സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസംഗത്തിനെ കുറിച്ചല്ല, സംസാരം എന്ന പദമാണ്. സംസാരം എന്നാണ് സ്പീച്ച് കൊണ്ട് നമ്മളിവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ സംസാരത്തിൽ വരുന്ന ഭാഗങ്ങൾ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഓരോന്ന് പാർട്സ് ആയിട്ട് വിശദമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എഴുതാനോ സംസാരിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയുകയില്ല. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗമാണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക തന്നെ വേണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ വരുന്ന, നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഓരോ ഭാഗങ്ങൾ, അതിനെ നമ്മളതിൻ്റെ ഓരോന്നിനെയും തരം തിരിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ റോൾ എന്തൊക്കെയാണ്, ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്സ് ഓഫ് സ്പീച്ച് എങ്ങനെയൊക്കെയാണ് വർത്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ ഇംഗ്ലീഷിലാവട്ടെ ഏത് ഭാഷയിലാവട്ടെ അവിടെയൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് 8 ഭാഗങ്ങളായിട്ടാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എത്രണ്ണമാണ്? 8 എണ്ണമാണ്. ആ 8 എണ്ണം നമുക്ക് 1 by 1 ആയിട്ട് വിശദീകരിച്ച് പഠിക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് ഓരോന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് നൗണ്, രണ്ടാമത്തേത് പ്രോനൗണ്, മൂന്നാമത്തേത് വേർബ്, നാലാമത്തേത് അഡ്ജക്റ്റീവ്, അഞ്ചാമത്തേത് അഡ്വേർബ്, ആറാമത്തേത് പ്രിപ്പോസിഷൻ, ഏഴാമത്തേത് കൺജങ്ഷൻ, എട്ടാമത്തേത് ഇൻ്റർജെക്ഷൻ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കേണ്ടതാണ്. നൗണ്, പ്രോനൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇങ്ങനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് വ്യക്തമായിട്ട് ഓരോന്ന് വ്യക്തമായിട്ട് പഠിക്കണം. അതായത് നൗൺ എന്നാൽ എന്താണ് എന്ന് മാത്രം പഠിച്ചാൽ പോലെ അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വരും, ഏതൊക്കെ സ്ഥലത്താണ് യൂസ് ചെയ്യുക, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ടാവും. അത്യാവശ്യം വലിയ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോട്ട് എഴുതുക, കറക്റ്റായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ വിഭാഗമായിട്ടുള്ള നൗണിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നൗൺ എന്താണ്, അത് എത്ര തരമാണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം വിശദമായിട്ട്, അതിൻ്റെ ഫങ്ഷൻസ്, റോൾസ് എല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാമം എന്ന് പറയും. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചിന്തയുടെയൊക്കെ പേരിനാണ് നാമം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സെൻറ്റൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നൗൺ എന്ന് പറയുന്നത്. ഈ നാമത്തെ നമുക്ക് അതിൻ്റെ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ തരംതിരിവുകളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. വ്യക്തമാക്കി പറഞ്ഞാൽ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ അല്ല ആശയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചിന്തയുടെയൊക്കെ പേരിനാണ് നൗൺ എന്ന് പറയുന്നത്. നൗണിൻ്റെ ആദ്യത്തെ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കോമൺ നൗൺസ്. ഒന്നാമത്തേതാണ് കോമൺ നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള നാമങ്ങൾ. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിന് അങ്ങനെയൊന്നും പറയുന്നതല്ല. ഒരു സ്പെസിഫിക് അല്ലാത്ത രീതിയിലുള്ള ജനറൽ സെൻസിൽ ഒരു സാധാരണ രീതിയിലുള്ള നോർമലായിട്ട് പറയുന്ന പേരുകൾക്ക്, ഉദാഹരണത്തിന് നായ, ഡോഗ്,
സിറ്റി പട്ടണം, അല്ലെങ്കിൽ ബുക്ക്. പുസ്തകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുസ്തകമല്ലല്ലോ. സിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റിയുടെ പേരല്ല നമ്മൾ പറയുന്നത്. സിറ്റി മൊത്തത്തിൽ സിറ്റി. നായ ഏതെങ്കിലും അൾസേഷ്യൻ നായ എന്നല്ല പറയുന്നത്. അപ്പം അങ്ങനത്തെ സ്പെസിഫിക് അല്ലാത്ത ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ലാത്ത രീതിയിലുള്ള പൊതുവായിട്ടുള്ള നാമങ്ങൾക്കാണ് കോമൺ നൗൺസ് എന്ന് പറയുന്നത്. കോമൺ നൗൺസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ് അൺലെസ് ദ ബിഗിൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് തുടങ്ങുന്ന സമയത്താണ് ഈ പേരുകൾ വരുന്നത്, കോമൺ നൗൺസ് വരുന്നതെങ്കിൽ അവയുടെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി, അതുപോലെ സ്ഥലം, വസ്തു, ആശയം, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ പേരിനാണ് നൗൺ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും വിശദമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എക്സാമ്പിൾസ്, പേഴ്സണിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് മാത്രമല്ല, ആളുടെ ജോബ് ആവാം, അങ്ങനെയൊക്കെ ആവാം. അതാണ് വിശദമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ടീച്ചർ, അതുപോലെ ഡോക്ടർ, സ്റ്റുഡൻറ്റ്, നേഴ്സ്, ബേക്ക് ചെയ്യുന്ന ആൾക്കാണ് ബേക്കർ എന്ന് പറയാം. കലാകാരന് ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻ, അതുപോലെ അത്ലറ്റ് എന്ന് പറഞ്ഞാൽ കായിക അഭ്യാസിക്കാണ് പറയാം. സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ, അതുപോലെ ഫുഡ് ഷെഫ് ചെയ്യുന്ന ആൾ, അതുപോലെ വെയ്റ്റർ, പോലീസ് ഓഫീസർ, പൈലറ്റ്, ഫാമർ എന്ന് പറഞ്ഞാൽ കർഷകനാണ്, അതുപോലെ എൻജിനീയർ, ആക്ടർ, നടൻ, സെക്രട്ടറി, കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ ആശാരി എന്ന് പറയും, അതുപോലെ റൈറ്റർ, ബസ് ഡ്രൈവർ, ലൈബ്രറിയിൽ നിൽക്കുന്ന ആൾക്കാണ് ലൈബ്രറിയൻ എന്ന് പറയാം, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, റിസപ്ഷനിസ്റ്റ്, അതുപോലെ ഫോട്ടോഗ്രാഫർ, ഗാർഡൻ നോക്കി നടത്തുന്ന ആൾക്കാണ് ഗാർഡനർ എന്ന് പറയാം, മെക്കാനിക്, ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകൻ, സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെയിൽസ് നടത്തുന്ന ആൾ, അതുപോലെ ഡെൻറ്റിസ്റ്റ്, പല്ല് ഡോക്ടർ. ഇതൊക്കെയാണ് എ പേഴ്സൺ എന്നുള്ളതിൽ വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ. ഇനി സ്ഥലങ്ങളുടെ ഉദാഹരണങ്ങളാണ്. പ്ലേസ്, സിറ്റി, പാർക്ക്, സ്കൂൾ, ഹോസ്പിറ്റൽ, ബീച്ച്, റെസ്റ്റോറൻറ്റ്, ലൈബ്രറി, മ്യൂസിയം, സൂ മൃഗശാല, ജിമ്മ്, എയർപോർട്ട്, ഫാം, ഓഫീസ്, മാർക്കറ്റ്, സ്റ്റേഡിയം, ചർച്ച്, പ്ലേ ഗ്രൗണ്ട്, സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ് എന്നൊക്കെ പറയും. അതുപോലെ ലേക്ക് തടാകം, മൗണ്ടൻ പർവ്വതം, ഫോറസ്റ്റ്, ഡെസേർട്ട് മരുഭൂമി, റിവർ നദി, അതുപോലെ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്റർ എന്നർത്ഥം, ഹോട്ടൽ, കഫേ, നെയ്ബർഹുഡ്, അതുപോലെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ അയൽപ്പക്കം എന്നർത്ഥം, ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഐസ്ലാൻഡ് എന്ന് എഴുതുക, പക്ഷെ വായിക്കൽ ഐലൻഡ് എന്നാണ് കേട്ടോ, ദ്വീപ്, മാള്, ബ്രിഡ്ജ്, പാലം. അപ്പോൾ ഇതൊക്കെ സ്ഥലങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഇനി തിങ് എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ ഉദാഹരണങ്ങൾ, കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ടേബിൾ, കാർ, ബുക്ക്, ചെയർ, കമ്പ്യൂട്ടർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പദങ്ങളായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥം പറയാത്തത്. ഫോൺ, ക്യാമറ, വാച്ച്, ബൈസിക്കിൾ, പ്ലാന്റ്, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, പെൻ, ലാമ്പ് എന്ന് പറഞ്ഞാൽ വിളക്ക്, ഗിറ്റാർ, വാളറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സ്, ഷൂ, ഹാറ്റ് തൊപ്പി, ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ മുതുകിൽ തൂക്കുന്ന ബാഗ്, അതിനാണ് ബാക്ക് പാക്ക് എന്ന് പറയാം. അതുപോലെ ക്ലോക്ക്, സൺഗ്ലാസ്, പില്ലോ, പ്ലേറ്റ്, കപ്പ്, സ്പൂൺ, ഫോർക്ക്, നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി, കീ, ഡോർ, വിൻഡോ എന്ന് പറഞ്ഞാൽ ജനൽ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾസ് നോക്കാം. ഐഡിയ അല്ലെങ്കിൽ കൺസെപ്റ്റ്, രണ്ടും ആശയം എന്ന് തന്നെയാണ് അർത്ഥം. അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. നൗൺസ്, ലവ് സ്നേഹം, അതുപോലെ ഹാപ്പിനെസ് സന്തോഷം, ഫ്രീഡം സ്വാതന്ത്ര്യം, ഫ്രണ്ട്ഷിപ്പ് സാഹോദര്യം, അതുപോലെ നോളജ് അറിവ്, ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, കറേജ് ധൈര്യം, സക്സസ് വിജയം, ബ്യൂട്ടി സൗന്ദര്യം, പീസ് സമാധാനം എന്ന് പറയും. അതുപോലെ ക്രിയേറ്റിവിറ്റി ക്രിയാത്മകത എന്ന് പറയും. ഹെൽത്ത് ആരോഗ്യം, ജസ്റ്റിസ് നീതി, ഇക്വാലിറ്റി തുല്യത, ട്രസ്റ്റ് വിശ്വാസം, ലോയൽറ്റി കൂറ് എന്നർത്ഥം കൂറ്. അതുപോലെ പേഷ്യൻസ് ക്ഷമ, വിസ്ഡം വിവേകം, ക്യൂരിയോസിറ്റി ജിജ്ഞാസ എന്ന് പറയും ജിജ്ഞാസ. അതുപോലെ ഡിറ്റർമിനേഷൻ തീരുമാനം, ദൃഢനിശ്ചയം എന്നൊക്കെ പറയും. അതുപോലെ റെസ്പെക്റ്റ് ബഹുമാനം, റെസ്പോൺസിബിലിറ്റി ബാധ്യത, കൈൻഡ്നെസ്
ദയ, ജനറോസിറ്റി ഔദാര്യം, ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം, ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത അല്ലെങ്കിൽ ഉപകാരസ്മരണ എന്നൊക്കെ പറയും, ടോളറൻസ് സഹിഷ്ണുത, അതുപോലെ യൂണിറ്റി ഐക്യം, ഹ്യൂമിലിറ്റി വിനയം, ഇന്നവേഷൻ പുതുമ. ഇതൊക്കെയാണ് ആശയങ്ങൾ. ഇതൊക്കെ ആശയങ്ങളാണ്. ഇതൊന്നും തൊടാനോ കാണാനോ കഴിയാത്ത സംഭവങ്ങളാണ്. അതിനാണ് ആശയം എന്ന് പറയുക. ആശയങ്ങളുടെ ഉദാഹരണങ്ങളാണ്, നൗൺസ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺസ് ആണ്. പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു സംഘടനയിലോ അല്ലെങ്കിൽ വസ്തുവിനെയൊക്കെ സ്പെഷ്യലായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാമങ്ങൾ. അത് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രത്യേകത കൂടെ ഉണ്ട്. ദീസ് നൗൺസ് ആർ ക്യാപിറ്റലൈസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം കോമൺ നൗൺസ് വിച്ച് റെഫർ ടു ജനറൽ ഒബ്ജക്ട്സ് ഓർ കോൺസെപ്റ്റ്സ്. ഈ നൗണുകൾ ക്യാപിറ്റലൈസ് ആയിട്ടാണ് എഴുതപ്പെടുക. അതായത് ഈ പേരുകൾ എഴുതുന്ന സമയത്ത് പ്രോപ്പർ നൗൺ ആണെങ്കിൽ അതിൻ്റെ ആദ്യ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, വലിയ അക്ഷരമായിരിക്കും. ആ ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് പ്രോപ്പർ നൗൺ എന്നുള്ളത്. ഇങ്ങനെ ആശയം പറയുന്നതിനേക്കാളും ഉദാഹരണം പറഞ്ഞു വരുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, വ്യക്തികൾക്കുള്ള പേരിന് പേഴ്സൺ നമുക്ക് പറയാം. വ്യക്തികൾക്ക് പേഴ്സൺ, വ്യക്തി. അവരുടെ പേരാണെങ്കിലോ അതൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ആലീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, മായ ആഞ്ചലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഒപ്ര വിൻഫ്രേ, നെൽസൺ മണ്ടേല, ലിയനാർഡോ ഡാവിഞ്ചി, അതുപോലെ സക്കൂറ ടങ്ക, അതുപോലെ മുഹമ്മദ് അലി, എലേന റോഡ്രിഗസ്. ഇങ്ങനത്തെ ഒക്കെ ആളുകളുടെ പേര്, ഇതൊക്കെ ഒരാളുടെ പേരാണ്. മൊത്തത്തിൽ ഒരാളുടെ പേര് എന്നല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ സ്പെഷ്യലൈസ്ഡ് പേര്. ഇപ്പോൾ എൻ്റെ പേര്, നിങ്ങളുടെയൊക്കെ പേര് എന്താണ്? പ്രോപ്പർ നൗണാണ്. മൊത്തത്തിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗണാണ്. ഏതെങ്കിലും ഒരു ടീച്ചറുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആയിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നേരെ മറിച്ച് ഒരു അധ്യാപകൻ്റെ പേരെടുത്ത് പറയുമ്പോഴോ അത് പ്രോപ്പർ നൗൺ ആവും. അതാണ് കോമൺ നൗണും പ്രോപ്പർ നൗണും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇത് കോമൺ നൗണാണ്. ഏത് ഡോക്ടർക്കും ഡോക്ടർ എന്ന് പറയാം. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ഡോക്ടറുടെ പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ ജിമ്മി എന്ന് പേരുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ പേരാണ് ജിമ്മി. അത് ജിമ്മി എന്ന ഡോക്ടറുടെ മാത്രം പേരാണ്. അത് പ്രോപ്പർ നൗണാണ്. വ്യക്തികളുടെ പേരുകൾ അതിന് പ്രോപ്പർ നൗണായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഉദാഹരണം ജോഗ്രഫിക് ലൊക്കേഷനാണ്. ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. ഇപ്പം രാജ്യം എന്ന് പറഞ്ഞു. രാജ്യം എന്ന് പറഞ്ഞാൽ ഏത് രാജ്യമാവാം, അത് കോമൺ നൗണാണ്. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്ന് പറഞ്ഞാലോ, ഇന്ത്യ പ്രോപ്പർ നൗണാണ്. അപ്പോൾ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമാക്കി കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആവണം. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജോഗ്രഫിക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങൾ. ഗ്രാൻഡ് കാനിയൻ, ടോക്കിയോ, നീൽ റിവർ, പാരീസ്, സിഡ്നി ഓപ്പറ ഹൗസ്, സഹാറ ഡെസേർട്ട്, മൗണ്ട് കിളിമഞ്ചാറോ, റയോ ഡി ജാനീറോ, ഗ്രേറ്റ് ബാരിയർ റീഫ്, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരുകളാണ്. ആ സ്ഥലങ്ങൾക്ക് മാത്രമുള്ള പേരാണത്. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ സ്പെഷ്യൽ പേര്, ഇതിനൊക്കെ പ്രോപ്പർ നൗൺ എന്ന് പറയും. ഇനി അടുത്തത് ഓർഗനൈസേഷൻ. ഏതെങ്കിലും സംഘടനകളുടെ പേര്. സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാരിറ്റി സംഘടന അല്ലെങ്കിൽ കാരുണ്യ സേവന സംഘടന, ഇങ്ങനെയൊക്കെ സംഘടനകളെ പറ്റി പറയാറുണ്ട്. അങ്ങനത്തെ കാറ്റഗറിയാണ് അതൊക്കെ കോമൺ ആണ്. എന്നാൽ ആ സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഹൈസ്കൂൾ എന്ന് പറഞ്ഞു. ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ കോമൺ നൗണാണ്. ഇനി ഹൈസ്കൂളിൻ്റെ പേരെടുത്ത് പറയാണ് VHSS, NHSS, അങ്ങനെയൊക്കെ ഓരോ സ്ഥാപനങ്ങൾ ഹൈസ്കൂളിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ അത് പ്രോപ്പർ ആയിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സംഘടനകളുടെ അതുപോലെ സ്ഥാപനങ്ങളുടെ ഒക്കെ പേരാണ് ഇനി പറയുന്നത്. ആപ്പിൾ, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഗ്രീൻ പീസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, അതുപോലെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ്, Amazon.com, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഗൂഗിൾ, നാസ. ഇതൊക്കെ ഓരോ പ്രത്യേകമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർ നൗണായിട്ട് വരും. ഇത് ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്പെഷ്യലായിട്ട് ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് എക്സാമ്പിൾസ്. ഡേയ്സ് ഓഫ് ദി വീക്ക് ആൻഡ് മന്ത്സ്. മാസങ്ങളുടെ അതുപോലെ ആഴ്ചകളുടെ ഒക്കെ ദിവസങ്ങൾ. ഇപ്പോൾ മൺഡേ, ജൂലൈ, വെനസ്ഡേ, ഒക്ടോബർ, സാറ്റർഡേ, ഫെബ്രുവരി, തേഴ്സ്ഡേ, ഡിസംബർ, സൺഡേ, ഏപ്രിൽ, ഇങ്ങനെയൊക്കെ പറയുമല്ലോ.
ഇതൊക്കെ ഓരോ ദിവസങ്ങളാണ്, സ്പെഷ്യൽ ഡേയ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യത്തിൽ വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നൗണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നൗണിന് ഇനിയും ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെഷൻ വരുന്ന സമയത്ത്, ഇംഗ്ലീഷിൻ്റെ അഡ്വാൻസ്ഡ് സെഷൻ വരുന്ന സമയത്ത് പഠിക്കാം. ഇത് ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും ബേസിക് ആയിട്ട് ഓരോ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞത്. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഓരോന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. താങ്ക് യു.